ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ്. അപ്പൊ നമ്മൾ കുറെ ദിവസമായി കണ്ടിട്ടില്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോൺ വീൽ ഫാം സെറ്റ് ചെയ്യണം, ഒരു അൺലിമിറ്റഡ് ബോൺ വീൽ ഫാം. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ട്രഷർ ഹണ്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നു. അപ്പൊ ഇനി അധികം പറഞ്ഞ് ബോറടിപ്പിങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഹേ വാട്സ് അപ്പ് ഗൈസ്, ഇറ്റ്സ് മീ നിഷാൻ ആൻഡ് യു വാച്ചിങ് നിഷാൻ പ്ലേസ്. അപ്പൊ ഗൈസ്, ഈ ഫാം ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് നിറഞ്ഞ സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ ആ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് പിന്നെ ഈ ഫാം ബിൽഡ് ചെയ്യണത് കാണാം. ഈ ഫാം നമ്മളൊരു ട്യൂട്ടോറിയൽ പോലെ ബിൽഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കും അത് കാണാം. ഇനി എൻ്റെത് കണ്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിനൽ ട്യൂട്ടോറിയൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ എല്ലാവർക്കും അത് പോയി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കളക്ട് ചെയ്തതിനു ശേഷം കാണാം. അപ്പോൾ ഇത് ഗൈസ് നമ്മൾ ഐറ്റംസ് ഫുൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു 4 കൊബിൾ സ്റ്റോൺ ഇങ്ങനെ വെക്കുക. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു 4 കൊബിൾ സ്റ്റോണും പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു 4 കൊബിൾ സ്റ്റോൺ, അങ്ങനെ ടോട്ടലായിട്ട് ആ ബാക്ക് സൈഡിൽ ഒരു 8 കൊബിൾ സ്റ്റോൺ വെക്കുക. പിന്നെ അത് 2 ബ്ലോക്ക് അടിയിലേക്കായിട്ട് അങ്ങനെ ഒരു 4 ബ്ലോക്ക് അതിൻ്റെ ഇടയിലുള്ള സ്പേസിൽ കുഴിക്കുക. എന്നിട്ട് അതിൽ സ്റ്റിക്കി പിസ്റ്റൺ വെക്കുക, 4 സ്റ്റിക്കി പിസ്റ്റൺ. പിന്നെ അതിൻ്റെ മുകളിലും വെക്കുക. പിന്നെ ആ അടിയിലുള്ള സ്റ്റിക്കി വേസ്റ്റിന്റെ മുകളിലൊക്കെ ഓരോ ബ്ലോക്ക് സാൻഡ് വെക്കുക. പിന്നെ ഈ മുകളിൽ നമ്മളിത് വെച്ച ഈ കൊബിൾ സ്റ്റോണിന്റെ ഭാഗത്തായിട്ട് ഇതേ ഒരു 4 സാൻഡ് ബ്ലോക്കും പാടെ വെക്കുക, സാൻഡ്. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു 2 ബ്ലോക്ക് വെക്കുക. അതിന്റെ സൈഡിലേക്ക് ഇങ്ങനെ ഇതേ ഒരു 2 ബ്ലോക്ക് കൂടി വെച്ചേക്കുക. പിന്നെ ആ നടുവത്തെ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു ലെവർ, അതിന്റെ അടിയിൽ ഒരു റെഡ് സ്റ്റോൺ ടോർച്ച്, നടുവിലൊരു റിപ്പീറ്റർ, അതിലൊരു റിപ്പീറ്റർ വെക്കുക. അതിന്റെ ബാക്കിലായിട്ട് ഒരു റെഡ് സ്റ്റോൺ ടെസ്റ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു റെഡ് സ്റ്റോൺ ക്ലോക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ദേ നേരെ അപ്പുറത്തെ ഭാഗത്ത് വന്നിട്ട് ദേ അവിടെ ഒരു റിപ്പീറ്റർ വെച്ചിട്ട് അതൊരു 2 ടിക്കിൽ വെക്കുക, 2 റിപ്പീറ്ററും. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് ദേ അടിയിലേക്ക് ഒരു 6 ബ്ലോക്ക് സ്ട്രെയിറ്റ് കുഴിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് റെഡ് സ്റ്റോൺ ടെസ്റ്റ് വെക്കുക. ഇത് കുഴിക്കാൻ സൗകര്യത്തിന് വേണ്ടിയാണ് ഫസ്റ്റ് ബ്ലോക്ക് ഞാൻ 2 ബ്ലോക്ക് കുഴിച്ചത്. അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഫുള്ള് ഒരു 6 ബ്ലോക്കും ഫുള്ളായിട്ട് റെഡ് സ്റ്റോൺ വെക്കുക. അത് ഈ റിപ്പീറ്ററിലേക്ക് കറക്റ്റ് ചെയ്യുക. പിന്നെ അത് ഫുള്ള് പിസ്റ്റണിലേക്ക് കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ ക്ലോക്കിലേക്ക് അത് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതേ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നമ്മളെ ഫാം ഓഫ് ചെയ്ത് തരിക. പിന്നെ അതിൻ്റെ മുകളിൽ ആ മുകളിലത്തെ പിസ്റ്റന്റെ മുകളിൽ ഒരു 2 ബ്ലോക്ക് ഹൈറ്റിൽ കോബിൾ സ്റ്റോൺ വെക്കുക. അതിന്റെ മുകളിൽ ഒരു 4 പിസ്റ്റൺ കൂടി വെച്ചു കൊടുക്കുക, നോർമൽ പിസ്റ്റൺ. പിന്നെ ബാക്കിൽ ഇങ്ങനെ ഒബ്സർവർ വെച്ചു കൊടുക്കുക. നമ്മളെ ഫാമിന്റെ ബാക്കിലായിട്ട് ആ ക്ലോക്കിന്റെ സൈഡിലായിട്ട് വെച്ചു കൊടുക്കുക. ആ റെഡ് സ്റ്റോണിലേക്ക് നോക്കിയിട്ട് പ്ലേസ് ചെയ്താൽ മതി. ഇങ്ങനെ സൈഡിലേക്ക് ബ്ലോക്ക് വെച്ചിട്ട് അപ്പൊ അതിന്റെ 2 ആരോ ഇങ്ങനെ മുകൾ ഭാഗത്തോട്ട് നോക്കി നിൽക്കണം. പിന്നെ ബാക്ക് പിസ്റ്റൺ, ആ നോർമൽ പിസ്റ്റന്റെ ബാക്കിൽ 4 സോളിഡ് ബ്ലോക്ക് വെച്ചിട്ട് അതിന്റെ മുകളിൽ 4 റെഡ് സ്റ്റോൺ കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് കൊടുക്കുക. ആ പിസ്റ്റന്റെ അവിടുന്ന് 3 ബ്ലോക്ക് ഫ്രണ്ടിക്ക്, അപ്പുറത്തെ ഭാഗത്തു നിന്നും അതേപോലെ ഫ്രണ്ടിക്ക് വെച്ച് കൊടുക്കുക 3 ബ്ലോക്ക്. പിന്നെ ഈ പിസ്റ്റന്റെ മുകളിൽ ഒരു സെറ്റ് ബ്ലോക്ക് വെക്കുക. പിന്നെ എടുത്ത് സാൻഡ് എടുത്തിട്ട് നേരത്തെ വെച്ചത് പോയി അറിയാതെ പിന്നെ ഈ പിസ്റ്റണിന് മുകളിലോടി ഇങ്ങനെ വെച്ചു കൊടുക്കുക സാൻഡ് ബ്ലോക്സ്. പിന്നെ ഇങ്ങനെ ജസ്റ്റ് അതിന്റെ ഫ്രണ്ടിൽ ഒരു ബ്ലോക്ക് വിട്ട് വെക്കുക. പിന്നെ ആ സാൻഡിന്റെ നേരെ മുന്നിലായിട്ട് 4 ബ്ലോക്ക് കുഴിക്കുക. അതിന്റെ അത് ആ ചെസ്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു 4 ഹോപ്പർ അവിടെ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നാളെ നമ്മളൊരു ഫാം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോൺമീൽ ഫാം സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അതിന് വേണ്ടി നെതർ വരെ പോകേണ്ടി വന്നു. നമ്മൾ നെതർ പോർട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെതർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വേറെ വീഡിയോ ആക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഹോപ്പർ വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു 4 കമ്പോസ്റ്റർ വെക്കണം. 4 കമ്പോസ്റ്റർ വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ 4 ഹോപ്പർ കൂടി വെച്ചു കൊടുക്കണം. ആ ഹോപ്പറിന്റെ മുകളിലായിട്ട് ഇങ്ങനെ 2 ഡബിൾ ചെസ്റ്റ് വെച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് 4 ഹോപ്പർ കൂടി വെച്ചു കൊടുക്കുക. ഡബിൾ ചെസ്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് പിന്നെ അതിന്റെ മുകളിലൊരു 2 ബ്ലോക്ക് ഹൈറ്റില് 8 ഗ്ലാസ് വെച്ചു കൊടുക്കുക. അതിന്റെ മുകളിൽ ഒരു സെറ്റ് കോബിൾ സ്റ്റോൺ കൂടി വെച്ചു കൊടുക്കുക.
ഇപ്പൊ നമ്മളെ ഫാമിന്റെ ജോലി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 സൈൻ അവിടെ വെച്ച് കൊടുക്കുക. അപ്പുറത്തെ സൈഡിലും അതേപോലെ സെയിം ആയിട്ട് വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിസ്പ്ലേസ് ആവുന്നുണ്ട്. അപ്പുറത്തെ ഭാഗത്തുകൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ എല്ലാ സാൻഡ് ബ്ലോക്കിലും ഓരോ ബക്കറ്റ് വെള്ളം ഒഴിക്കുക. ഓരോ പിസ്റ്റണിലും ഓരോ ബക്കറ്റ് വെള്ളം ഒഴിക്കുക. പിന്നെ അതേ മുകളിലെ എല്ലാ 4 ബ്ലോക്കിലും ഓരോ ബക്കറ്റ് വെള്ളം ഒഴിക്കുക. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിനും വെള്ളം ഒഴിക്കുക. പിന്നെ അതേ 4 കെൽപ്പ് പ്ലാന്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്ത് 4 സൈനോട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഫാം വർക്കിംഗ് ആണ്. ഒരിക്കലും ഗെയിം ഓൺ ചെയ്തിട്ട് ഫാം ഓൺ ചെയ്തിട്ട് ഗെയിം ഒന്ന് ബാക്ക് അടിക്കരുത്. അപ്പോഴത്തെ ഫാം കംപ്ലീറ്റ് വർക്കിംഗ് ആണ്. ഇതേ ബോൺമീൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ ആ മുകളിൽ തന്നെ കെൽപ്പ് ഫുൾ ഇതിൽ ഡീകമ്പോസ് ആയിട്ട് നമുക്കത് ബോൺമീലായിട്ട് കിട്ടുകയാണ് ചെയ്യുക. അതെ, നമ്മളെ ഫാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്കും ബൈ ബൈ.